ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്കിന്ന് ഫിസിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരെ കണ്ടു അല്ലേ. ഒരു സോളിനോട് ഒരു ഇതിലേക്ക് നമ്മളൊരു മാഗ്നറ്റ് വയ്ക്കുമ്പോൾ അവിടെ എന്താണ് കറണ്ട് കണ്ടു അല്ലേ. അതാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്നൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇൻഡ്യൂസ്ഡ് EMF ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അതേപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ലോ ആണ്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ലോ ആണ്. അപ്പോൾ ആ ലോയുടെ പേരാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലെമിംഗ് ആരാന്ന് നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് discovered that induced EMF would be maximum if the conductor is moved perpendicular to the magnetic field. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈന് കണ്ടക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. കണ്ടക്ടർ ഉണ്ട്. നമ്മളിങ്ങനെ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് എന്താണ് നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ആ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസിന് നമ്മുടെ സോളിനോയിഡ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു EMF ആ സോളിനോയിഡിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ടാണ്, ഈ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് EMF ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ എപ്പോഴാണ് കൂടുതൽ വരിക, ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻഡ്യൂസ്ഡ് EMF വരാമെന്നാണ് നമ്മുടെ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആംബ്രോസ് ഫ്ലെമിംഗ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF would be maximum if the conductor moved perpendicular to the magnetic field lines. മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കൂടുതൽ കട്ടിങ് നടക്കുക. പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുമ്പോൾ എല്ലാ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുമ്പോഴാണ് അവിടെ ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതലാകും. He said that the relation between, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് എന്ത് റിലേഷനാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് വുഡ് ബി എക്സ്പ്ലെയിൻ ഇൻ എ സിമ്പിൾ വേ. ദിസ് ഈസ് നോൺ ആസ് ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ കാണിക്കുന്നത് മൂന്ന് കാര്യങ്ങളുടെ ഡയറക്ഷനാണ്. മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ട് അല്ലേ. ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു കണ്ടക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തുപയോഗിച്ച്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ മൂന്നിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് എന്താണ്, ഇമാജിൻ എ കണ്ടക്ടർ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് 90 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ഇങ്ങനെ, അപ്പോൾ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും കണ്ടക്ടർ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് EMF മാക്സിമം, ഈ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആണെന്ന് പറഞ്ഞു. ആ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. സ്ട്രെച്ച് ദ ഫോർഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തം ഓഫ് യുവർ റൈറ്റ് ഹാൻഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂളാണ്, അതുകൊണ്ട് റൈറ്റ് ഹാൻഡിനെയാണ് എടുക്കുന്നത്. എന്ത് ചെയ്യുക, ഫോർഫിംഗർ, ഓക്കെ, മിഡിൽ ഫിംഗർ, തം, ചൂണ്ടുവിരൽ, നടുവിരൽ, എന്താ തള്ളവിരൽ, ഈ മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ബാക്കിയുള്ള റൂൾസിലും പറയണമാരെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വേണം. ഓക്കെ, എല്ലാവരും 90 ഡിഗ്രി ഫോം ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യാനായിട്ട് അല്ലേ. ഇപ്പോൾ ഈ തമ്പും ഈ ഫോർ ഫിംഗറും 90 ഡിഗ്രി. ഓക്കെ, ഈ ഫോർ ഫിംഗറും ഈ മിഡിൽ ഫിംഗറും നോക്കി 90 ഡിഗ്രി. അപ്പോൾ മൂന്നും അതുപോലെ തമ്പും ഈ മിഡിൽ ഫിംഗറും 90 ഡിഗ്രി. അപ്പോൾ ഈ മൂന്ന് വിരലും മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് 90 ഡിഗ്രി വന്ന രീതിയിൽ വേണം നമ്മൾ പിടിക്കാനായിട്ട്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മൂന്നെണ്ണത്തിനെ പിടിച്ചു, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് പിടിച്ചു. If the forefinger represents the direction of magnetic field, എന്താണ് ഫോർഫിംഗർ, ഈ ചൂണ്ട് വിരൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് കാണിക്കുന്നത് എന്തിൻ്റെ ഡയറക്ഷനാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. തമ്പ് കാണിക്കുന്നത് എന്താണ്, മോഷൻ ഓഫ് ദ കണ്ടക്ടർ, ആ കണ്ടക്ടർ ചലിക്കുന്നതിൻ്റെ ഡയറക്ഷനാണ് തമ്പ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ മിഡിൽ ഫിംഗർ എന്ത് കാണിക്കും, മിഡിൽ ഫിംഗർ കാണിക്കുന്നതായിരിക്കും ഇൻഡ്യൂസ്ഡ് എന്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, thumb represents the direction of motion of the conductor, then the middle finger represents the direction of the induced current. Induced current direction കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മിഡിൽ ഫിംഗർ വെച്ചിട്ടായിരിക്കും. ഒരു സിമ്പിളാണ്, ഓർത്തേക്ക് ഏത് ഫിംഗർ ഏതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏതിന് റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ റിലേറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാക്സിമം EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കണ്ടക്ടറിന് എന്തൊക്കെ കണ്ടുപിടിക്കണം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വയ്ക്കണം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണണം, ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ കാണണം. അപ്പോൾ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണണം.
ഈ 3 കാര്യങ്ങളും ഡയറക്ഷൻ കണ്ടുപിടിക്കാനും സിമ്പിൾ വേയിൽ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിംഗ് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാ റൂളിലും പറയുന്ന മാതിരി 3 വിരലുകൾ മാത്രമേ ഫ്ലെമിംഗ് യൂസ് ചെയ്തിട്ടുള്ളൂ. തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ. ഇത് 3 സ്ട്രെച്ച് ചെയ്യണം. എങ്ങനെ സ്ട്രെച്ച് ചെയ്യണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്കാണ് സ്ട്രെച്ചിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം 90 ഡിഗ്രി ഫോം ചെയ്യുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഫോർ ഫിംഗർ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. തമ്പ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ദെൻ ദ മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത് നമ്മുടെ മിഡിൽ ഫിംഗർ ആയിരിക്കും. തള്ളവിരൽ കാണിക്കുന്നതായിരിക്കും ആ ചാലകത്തിന്റെ എന്താണ് ഡയറക്ഷനാണ്, ദിശയാണ് നമ്മുടെ തള്ളവിരൽ കാണിക്കുന്നത്. ഇനി ചൂണ്ടുവിരൽ കാണിക്കുന്നതിനായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷനെ ആയിരിക്കും നമ്മുടെ ഈ ചൂണ്ടുവിരൽ കാണിക്കുന്നത്. മിഡിൽ ഫിംഗർ കാണിക്കുന്നതിന്റെ ആയിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷനെ ആയിരിക്കും നമ്മുടെ ഈ നടുവിരൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 വിരൽ വെച്ചിട്ട് എന്താ മനസ്സിലായല്ലോ? ഈ 3 വിരൽ ഏതൊക്കെ ഡയറക്ഷനാന്ന് ഓർത്താൽ മതി. 3 പിടിക്കുക. ചിലപ്പോൾ കൈ വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ പറയണത്. ഓക്കെ, ഫിഗർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. Let us see whether the current induced in a conductor from a magnetic field is same as the current obtained from the battery or cell. Okay, അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ നമ്മളൊരു കണ്ടക്ടർ വെക്കുമ്പോൾ നമുക്കൊരു കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ആ കറണ്ടും നമ്മളൊരു ബാറ്ററി അല്ലെങ്കിൽ സെല്ല് കണക്ട് ചെയ്ത് കിട്ടുന്ന കറണ്ടും സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഇടയിൽ നമ്മളൊരു കണ്ടക്ടർ വെച്ച് നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് കറണ്ട് ആയിരിക്കും? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. ഡയറക്ഷൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ AC കറണ്ട്. ഡയറക്ഷൻ മാറി മാറി വരുന്നതുകൊണ്ടാണ് നമ്മൾ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. AC കറണ്ട് അല്ല, AC മുകളിലിരിക്കുന്ന കറണ്ട് അല്ല. AC കറണ്ട് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയറക്ഷൻ അങ്ങോട്ട് മാറി മാറി വരും. അതിന്റെ കൂടുതൽ വിശദീകരിച്ച് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ബാറ്ററി അതേപോലെയൊക്കെ വരുന്നത് നമ്മൾ ബാറ്ററി എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ്. ഇതിന് ഒരു ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്റ്റ് കറണ്ട് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അതിന് AC ഡയറക്റ്റ് കറണ്ട് നമ്മൾ താഴത്തേക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. A cell that can be used in a torch or a clock is connected in series with a resistor 6K ohm and a galvanometer. Note the direction of the deflection of the needle of the galvanometer. Tabulate your observation, then compare it with the observations in the activity 2. നിങ്ങൾ ഇങ്ങനെ താഴെ കാണുന്ന പോലെ സർക്യൂട്ട് അറേഞ്ച് ചെയ്യാം. ആ ഗാലനോമീറ്റർ കണ്ടിട്ടുണ്ട് അല്ലേ? ഗാലനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യാം? ഇതൊക്കെ ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാലനോമീറ്ററിന്റെ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഗാലനോമീറ്ററിന്റെ നീഡിലെ അനക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഗാലനോമീറ്റർ ഒരു സൈഡിലേക്ക് മാത്രമേ അനങ്ങുള്ളൂ. ഓക്കെ, ഒരു സൈഡിലേക്ക് മാത്രമേ അനങ്ങും. ഓക്കെ, അതുപോലെ ഓഫ് ചെയ്യുമ്പോൾ തന്നെ തിരിച്ച് ഇവിടെ നിൽക്കും, തന്നെ ഒരു സൈഡിലേക്ക് അനങ്ങും, തന്നെ ഓഫ് ചെയ്യുമ്പോൾ തിരിച്ച് നേരെ. ഓക്കെ, അപ്പോൾ എന്താ? ദിസ് ഡിഫ്ലക്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഗാലനോമീറ്റർ ഇങ്ങനെ ചലിക്കുള്ളൂ. ഓക്കെ, ഓൺ ആക്കുമ്പോൾ ഇങ്ങോട്ട് ചലിക്കും, ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരും, തന്നെ ഓൺ ആക്കുമ്പോൾ അങ്ങോട്ട് ചലിക്കും. സെയിം ഡയറക്ഷനിലേക്ക് തന്നെ, ഒരു വശത്തേക്ക് മാത്രമാണ് അതിൻ്റെ ചലനം നടക്കുക. പക്ഷെ നമ്മൾ ഒരു സോളിനോയിഡിൻ്റെ ഉള്ളൊരു മാഗ്നറ്റ് വെച്ചു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാലനോമീറ്ററിൻ്റെ അനക്കം നോക്കി. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിട്ട് അത് ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ഗാലനോമീറ്റർ ഒരു വശത്തേക്ക് അനങ്ങും, പുറത്തേക്ക് എടുക്കുമ്പോൾ മറ്റേ വശത്തേക്ക് അനങ്ങും അല്ലേ? 2 വശത്തേക്കും ഈ ഗാലനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ 2 വശത്തേക്കും ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷൻ മാറി വരുന്ന കറണ്ട്, ഡയറക്ഷൻ രണ്ടും ഒരുമോടെ, അതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, മാറി മാറി വരും. ഓക്കെ, നമ്മൾ അകത്തേക്ക് ആ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക്, ആ ചുറ്റിന്റെ ഉള്ളിലേക്ക്, ആ കോയിലിന്റെ ചുറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ മാഗ്നറ്റിനെ കയറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഗാലനോമീറ്റർ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. നമ്മൾ മാഗ്നറ്റ് വലിച്ചെടുക്കുമ്പോൾ മറ്റേ വശത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് കണ്ടതാണ് അല്ലേ? അപ്പം അങ്ങനെ എന്താണ്? 2 സ്ഥലത്തേക്കും ഗാലനോമീറ്റർ ചലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണെന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ മുമ്പ് ആ സെല്ല് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിച്ചുള്ളൂ. അപ്പോൾ അത് എൻ്റെ അർത്ഥം അത് ഡയറക്റ്റ് കറണ്ട് ആണ്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ചലിക്കൂ. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് നമുക്ക് താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. Current obtained from the cell is unidirectional and it is of the same magnitude. അപ്പോൾ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഏത്? ആ ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ കറണ്ട് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷൻ ആണ്. കാരണം എന്താ? ഗാലനോമീറ്റർ ഒരു വശത്തേക്ക് മാത്രമേ ചരിച്ചുള്ളൂ അല്ലേ? ചരിഞ്ഞുള്ളൂ, ഡിഫ്ലക്ട് ചെയ്തോളൂ അല്ലേ? അതുകൊണ്ട് അത് യൂണി ഡയറക്ഷൻ ആണ്. മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. പക്ഷെ എന്താണ്? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ കറണ്ട് ഒബ്റ്റെയിൻ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിനുള്ളിൽ ഒരു കണ്ടക്ടർ വെച്ചിട്ട്
ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന കറണ്ടിന് എന്തായിരിക്കും പ്രത്യേകത? ഇത് ദ നീഡിൽ ഡിഫ്ലക്ട്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അതെന്താ, രണ്ട് ഡയറക്ഷനിലേക്കും നമ്മുടെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ മാഗ്നിറ്റ്യൂഡും വ്യത്യാസമുണ്ടാകും. കാരണം നമ്മൾ ആ മാഗ്നറ്റ് അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡിനനുസരിച്ച് എന്ത് സംഭവിക്കും? മാഗ്നിറ്റ്യൂഡിന് മാറ്റം സംഭവിക്കും. യൂണി ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയായിരിക്കും അല്ലേ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കാണിക്കുന്നുള്ളെങ്കിൽ ഡയറക്റ്റ് കറണ്ട് യൂണി ഡയറക്ഷനിലാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ബോത്ത് ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിലേക്കും ഡിഫ്ലക്ട് ചെയ്യും. അതുപോലെ മാഗ്നിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് എ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ഈസ് കോൾഡ് എ ഡയറക്റ്റ് കറണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ദ കറണ്ട് ദാറ്റ് ചേഞ്ചസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം ഈസ് എൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാറി മാറി വരുന്നതെന്നാ പറയുക അല്ലേ. ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്നൊക്കെ എന്താ പറയുക? ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 2 3 4 10 വരെയുള്ളതിൽ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 3 5 അങ്ങനെ ആയിരിക്കും, ഒന്ന് ഇടവിട്ട് വരെ. അപ്പോൾ അത് ഓൾട്ടർനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റെഗുലർ ഇന്റർവെൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് നമുക്ക് ഫുൾ കാര്യമായിട്ട് ഗ്രാഫൊക്കെ വരച്ച് പഠിക്കുന്നുണ്ട്, നമുക്ക് അടുത്ത സെക്ഷനിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്ന കറണ്ടിന് നമ്മൾ എന്ത് പറയും? അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട് എന്ന്. ഈ മാറി മാറി റെഗുലർ ഇന്റർവെല്ലിൽ മാറി മാറി തന്നെ കറണ്ടിന് നമ്മൾ എന്ത് പറയും? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. Is there any device that produce electricity continuously by the movement of magnet in a coiled conductor? Okay, അങ്ങനെയുള്ള ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഒരു മാഗ്നറ്റ് എന്താണ് ഇതിന് മാറി മാറി, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ കോയിലിൻ്റെ ഉള്ളിലേക്ക് എന്താണ് മാറി മാറി വന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾ ഡിവൈസ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, ഈസ് ദർ എനി ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി continuously by the movement of a magnet or coiled conductor? എന്നാണ് ഒരു കോയിൽഡ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എന്താണ്, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനറേറ്റർ ഒക്കെ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. എന്താ, ഈ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലേക്ക് മാഗ്നറ്റിനെ കോയിൽ മൂവ് ചെയ്ത് അവിടുന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത രീതിയിലാണ് ജനറേറ്ററിൻ്റെ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നത്. കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നെയിം ഈസ് ജനറേറ്റർ. സൈക്കിൾ ഡൈനാമോ അതേപോലെ തന്നെയാണ്. ഈസ് ഓൾസോ വൺ സച്ച് ഡിവൈസ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മെക്കാനിക്കൽ എനർജിയാണ് നമ്മുടെ ജനറേറ്ററിന് ഈ മാഗ്നറ്റ് മൂവ് ചെയ്യണം അല്ലേ. അതിൻ്റെ ഉള്ളിൽ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബാർ മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കണ്ടക്ടർ കൊടുക്കണം, മൂവ് ചെയ്യണം അല്ലേ. നമുക്ക് കണ്ടു സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാഗ്നറ്റ് ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരുന്നാലും അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മളൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ എന്ത് എനർജി യൂസ് ചെയ്യണേ? അത് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് അവിടെ മൂവ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, കോയിൽ കണ്ടക്ടർ അല്ലെങ്കിൽ ബാർ മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്നത് അവിടെ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്ത് ആ കോയിൽ അല്ലെങ്കിൽ മാഗ്നറ്റ് അനക്കുന്നു. ആ അനക്കണ വഴി എന്ത് കിട്ടും നമുക്ക്? ആ അനക്കുന്നത് വഴി ആ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ മെക്കാനിക്കൽ എനർജീനെ എന്ത് എനർജി ആയിട്ട് മാറ്റാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാണ്. ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പം അങ്ങനെയാണ് ആ മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലേ, എനർജി ചേഞ്ച് ഒക്കെ പഠിച്ചു. അപ്പം മെക്കാനിക്കൽ എനർജി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിനെ അല്ലെങ്കിൽ ഈ കണ്ടക്ടറിനെ കോയിൽഡ് കണ്ടക്ടറിനെ അനക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്യുന്നത്. ഈ അനക്കം വഴി എന്ത് സംഭവിക്കുന്നു? ഈ അനക്കം കിട്ടുന്ന വഴി അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പം മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. Generator is a device that converts mechanical energy into electrical energy by the making use of electromagnetic induction. അപ്പോൾ ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. സൈക്കിൾ ഡൈനാമോ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതനുസരിച്ചാണ് അതിൻ്റെ ലൈറ്റ് കത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നല്ല മെക്കാനിക്കൽ നമ്മൾ കാലിലോട്ട് ചവിട്ടണം. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കത്തുന്നു, ഡൈനാമോ കത്തുന്നു അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ സൈക്കിൾ ചവിട്ടിയില്ലെങ്കിലോ കത്തോ? ഇല്ല, നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ മാത്രമേ കത്തുള്ളൂ. അതുകൊണ്ട് മെക്കാനിക്കൽ എനർജീനെ അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് സൈക്കിൾ ഡൈനാമോയിലും കൺവേർഷൻ നടക്കുന്നത്. നമ്മൾ ജനറേറ്റർ എന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ജനറേറ്ററിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് പഠിക്കും. അപ്പോൾ ജനറേറ്റർ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അല്ലെങ്കിൽ മൂവ് ചെയ്താണ് കറണ്ട് ഉണ്ടാക്കണമെന്ന് പഠിച്ചു. മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണ് കറങ്ങിയാണ് അവിടെ കറണ്ട് ഉണ്ടാവണമെന്ന് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലെ വർക്കിംഗ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജനറേറ്ററിൻ്റെ ഉള്ളിലെ വർക്കിംഗ് എങ്ങനെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മോട്ടർ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ചാപ്റ്റർ പഠിച്ച മാതിരി ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറേറ്ററാണ്. ഓക്കെ, അപ്പോൾ ജനറേറ്റർ നമുക്ക് നോക്കാം. The following figure will help you to understand the structure of a generator.
അപ്പോൾ ഫിഗർ 3.5a കൊടുത്തേണ്ടത് എന്താ ഒരു സ്ട്രക്ചറാണ്, അതിന് ജനറൽ ശരിക്കുള്ള സ്ട്രക്ചർ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് 3.5bയിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, 2 ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ നിങ്ങൾക്ക് കാണാം. 2 ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, അതിനുള്ളൊരു ആർമേച്ചർ ഉണ്ട് അല്ലേ, നമ്മളൊരു വളച്ച് വെച്ചിട്ട് ഒരു കോയിൽ പോലത്തെ ഒരു മോട്ടറിനുള്ളൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു ആർമേച്ചർ ഉണ്ട്. 2 ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, വളഞ്ഞിരിക്കുന്ന കമ്പി പോലെയാണ് ആർമേച്ചർ, ABCD എന്ന് പറയുന്ന ആർമേച്ചർ. അതെന്ത് 2 മറ്റേ സ്പ്ലിറ്റ് റിംഗ് ആയിരുന്നു മറ്റേ മോട്ടറിൽ യൂസ് ചെയ്ത്, ഇവിടെ സ്പ്ലിറ്റ് റിംഗ് അല്ല, ഇവിടെ സ്ലിപ്പ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേരൊക്കെ മാറിപ്പോകണമെന്ന് നോക്കണം. സ്ലിപ്പ് റിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. 2 ഗ്രാഫൈറ്റ് ബ്രഷ് B1 B2 ഉണ്ട്, ഒരു ഗാലനോമീറ്റർ എന്താണ് താഴെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ABCD ആ ആർമേച്ചർ എന്താണ്, ABCD എന്ന് പറയുന്നതാണ് ആർമേച്ചർ അല്ലേ. ആ എന്താണ് ഈ ഷേപ്പിൽ ആ കോയിൽ എന്നെ വളർത്തി വെച്ചത്, അതാണ് ABCD, അതാണ് ആർമേച്ചർ. ഇനി B1 B2 തന്നെ ബ്രഷാണ്, R1 R2 എന്ന് പറയുന്നത് സ്ലിപ്പ് റിംഗ് ആണ്. ഓക്കെ, figure, observe figure 3.5b. ABCD indicates the one, just ഒന്ന് വരച്ച് കാണിച്ചില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. രണ്ട് ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ, ഇവിടെയാണ് ഈ മാഗ്നറ്റ് വെച്ചതിന്റെ പ്രത്യേകത എന്താണ്, ഇതിനുള്ളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് നമ്മൾ ആർമേച്ചർ വെക്കുന്നത്. ഇതാണ് ആർമേച്ചർ, ഇങ്ങനെ വെക്കുന്നത് നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആർമേച്ചർ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ ആർമേച്ചറിന്റെ ഒരു എൻഡ് എന്താണ്, ഒരു ഞാൻ ഇപ്പോൾ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റാണെന്ന് അറിയില്ല, നിങ്ങൾ ആ ഫിഗർ നോക്കട്ടോ. ഇതാണ് ഒരു റിങ്. ഓക്കെ, സ്ലിപ്പ് റിങ് എന്ന് പറയും. ഈ വണ്ടി ഒരു എൻഡ് ഈ റിങ്ങായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്, B1 തന്നെ ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗാലനോമീറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ B2, അവിടെ ഈ ആർമേച്ചറിന്റെ ഒരു എൻഡ് എന്താണ്, അവിടെ വേറൊരു സ്ലിപ്പ് റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്ലിപ്പ് റിങ് എങ്ങനെയാണ് വന്നേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ വേറൊരു സ്ലിപ്പ് റിങ് വെച്ചിട്ടുണ്ട്, അവിടെ എന്താ B2 എന്നൊരു ബ്രഷ് ഉണ്ട്. ഇത് നമ്മുടെ ഈ ഗാലനോമീറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഈ ഫിഗർ 3.5a നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഫിഗർ 3.5a നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രക്ചർ മനസ്സിലാവും. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫിഗർ 3.5bയിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ആർമേച്ചർ എന്താണ്, ആർമേച്ചർ ഈ ABCD എന്ന് പറയുന്നതാണ് ആർമേച്ചർ. ABCD എന്ന് പറയുന്നതാണ് ആർമേച്ചർ. ഇനി എന്താണ്, ഇത് രണ്ടുമാണ് സ്ലിപ്പ് റിങ്സ്. ഓക്കെ, B1 B2 എന്ന് പറയുന്നതാണ് ഗ്രാഫൈറ്റ് ബ്രഷ്. ഈ ഗ്രാഫൈറ്റ് ബ്രഷ് വഴിയാണ് കറണ്ട് വരുന്നത്. കറണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗാലനോമീറ്റർ അനങ്ങുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ABCD ആർമേച്ചർ, N മെസ്സും ഫീൽഡ് മാഗ്നറ്റ് അല്ല. ഈ N-ന്റെ S-ന്റെ ഇടയിൽ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ആർമേച്ചർ എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കാല്ല, ഇതിങ്ങനെ കറങ്ങും. ഓക്കെ, ഈ ഫീൽഡിന്റെ ഉള്ളിൽ കിടന്ന് അപ്പോൾ മാഗ്നറ്റ് ഫിക്സ്ഡ് ആണ് ഇവിടെ അല്ലേ. ഇവിടെ മാഗ്നറ്റ് ഫിക്സ്ഡ് ആണ്. എന്താണ് കറങ്ങുന്നത്, കണ്ടക്ടർ ആണ്, ആർമേച്ചർ ആണ് കറങ്ങുന്നത്. ഓക്കെ, ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമെന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കട്ടെ. ആർമേച്ചർ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ആർമേച്ചർ കറങ്ങുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ ബ്രഷസ് വഴി ഇവിടെ ഈ കറണ്ട് ഫോം ചെയ്യും. ഈ കറണ്ട് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാവുക കറണ്ട് ഫോം ചെയ്യുന്നതെന്ന്, ഈ ഗാലനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു സൈക്കിളിൽ അങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും, ഒരു പിറ്റത്തെ സൈക്കിളിൽ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഡിഫ്ലക്ഷൻ ഒക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രക്ചർ. ആർമേച്ചർ ഈ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കാൻ സംഭവിക്കും. ആ ഈ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫീൽഡ് ലൈൻസിന് നോർത്ത് ടു സൗത്തിലേക്ക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലേ. ഇവിടേക്ക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഈ ഫീൽഡ് ലൈൻസിനെ ഇവർ കട്ട് ചെയ്യും. ഈ കറക്കം വഴി എന്ത് ചെയ്യുക, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ ആർമേച്ചർ ഈ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫോം ചെയ്യുന്നത്. കുറച്ചു അല്ലേ, ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്ലിപ്പിംഗ് വഴിയാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ B1 B2 ബ്രഷസ് വഴി നമുക്ക് ഇവിടെ കറണ്ടിൻ്റെ ഫോർമേഷൻ നമുക്ക് ഗാലനോമീറ്ററിൽ കാണാൻ പറ്റും. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പാർട്സ് ഓഫ് AC ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുന്നതാണ് ഈ നോർത്തും സൗത്തും ആണ് ഫീൽഡ്. ആ സൈഡിൽ കൊടുക്കുന്ന ബോക്സ് ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഫീൽഡ് മാഗ്നറ്റ്, ദ മാഗ്നറ്റ് ദാറ്റ് ക്രിയേറ്റ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ജനറേറ്റർ. ഒരു ജനറേറ്ററിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വേണം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വേണം അല്ലേ. അതിനെ വേണ്ട കട്ട് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഉള്ളൊരു കണ്ടക്ടർ വെച്ചിട്ട് ആ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് അനുസരിച്ച് എന്താണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ വേണ്ട മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ നോർത്ത് സൗത്ത് 2 മാഗ്നറ്റ് ഉണ്ട്, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നെ അല്ലേ. അത് മാഗ്നറ്റിക് ഫ്ലക്സ്, ഫീൽഡ് ലൈൻസിന് വേറെ പേരാണ് ഫ്ലക്സ്.
മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നോർത്ത് സൗത്ത് എന്ന് വെച്ചാൽ മാഗ്നറ്റിൻ്റെ ഉദ്ദേശം. ആർമേച്ചർ. ആർമേച്ചർ എന്താ? ABCD ആണ് ആർമേച്ചർ. ആർമേച്ചർ ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയർ wound on a soft iron core. It can be made to rotate about an axis. എന്താണ്? ഈ കണ്ടക്ടിങ് വയർ ഒരു സോഫ്റ്റ് അയൺ കോറിന് മീതെ ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആർമേച്ചർ. ഇത് എന്ത് ചെയ്യണം? ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഭാഗത്തായിരിക്കും നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, കറങ്ങാനുള്ള ഭാഗത്തിലായിരിക്കും വെക്കേണ്ടത്. സ്ലിപ്പ് റിംഗ്. സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് ഇത് രണ്ടാണ്. സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. സ്ലിപ്പ് റിംഗ്സ് വിച്ച് ആർ വെൽഡഡ് ടുഗെദർ വിത്ത് ആർമേച്ചർ കോയിൽ. അല്ല, ഒരു ആർമേച്ചറിന്റെ ഒരു എൻഡിൽ ഈ ഒരു വശത്ത് ഒരു സ്ലിപ്പ് റിങ്ങും ഈ മറ്റേ എൻഡിൽ മറ്റേ സ്ലിപ്പ് റിങ്ങും, ഇത് രണ്ടും കൂടി വെൽഡ് ചെയ്താണ് ഒരു സ്ട്രക്ചറാണ്. ഫിഗർ 3.5 നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ആ രണ്ട് സ്ലിപ്പ് റിങ്സ് കാണാൻ പറ്റും. They rotate along the armature on the same axis of rotation as the armature. ആർമേച്ചറിന്റെ കൂടെ തന്നെ ഈ സ്ലിപ്പ് റിംഗ് എന്ത് ചെയ്യും? ആർമേച്ചറിന്റെ കൂടെ തന്നെ സ്ലിപ്പ് റിംഗും റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, കറങ്ങും. ഈ ആർമേച്ചർ കറങ്ങുന്ന പോലെ തന്നെ ഇതാണ് ഈ സ്ലിപ്പ് റിംഗിനും കറക്കം സംഭവിക്കും. ബ്രഷ്. ബ്രഷ് എന്താണ്? B1 B2 ആണ് ബ്രഷ്. They are arrangement which always make contact with the slip ring. Current flows through them into the external circuit. ഓക്കെ, എന്താണ്? ഈ സ്ലിപ്പ് റിങ്ങിനെ കണക്ട് ചെയ്ത് രണ്ട് ബ്രഷ് ഉണ്ട്. ഈ ബ്രഷ് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കറണ്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ബ്രഷ് വഴിയാണ് നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നത് അല്ലേ. ബ്രഷ് വഴിയാണ് വേറെ സർക്യൂട്ടിലേക്ക് നമുക്ക് എന്ത് കൊടുക്കുന്നത്? കറണ്ടിനെ കൊടുക്കുന്നത്. മെയിൻ പാർട്സ് പഠിച്ചിട്ട് എന്തൊക്കെയുണ്ട്? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് സൗത്ത് ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പഠിച്ചത് ആർമേച്ചർ, ABCD ആർമേച്ചർ ഉണ്ട്, പിന്നെ രണ്ട് സ്ലിപ്പ് റിങ്സ് ഉണ്ട്, പിന്നെ എന്താണ് പഠിച്ചത്? രണ്ട് ബ്രഷസ് ഉണ്ട്. ഇത്രയും പോർഷൻ നമ്മൾ AC ജനറേറ്ററിന്റെ കാര്യത്തിൽ മെയിനായിട്ട് പഠിക്കേണ്ടുള്ളൂ. ഇത്രയും പാർട്സിലേ ഉള്ളൂ: ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്ലിപ്പ് റിങ്, ബ്രഷ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, AC പാർട്സ് എന്തൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. നമുക്ക് നെക്സ്റ്റ് നോക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ 3.5bയിലേക്ക് നോക്കുക. എന്താ? ഒരു ആർമേച്ചർ കോയിൽ കാണിക്കുന്നത്. ABCD എന്ന് പറഞ്ഞ ആർമേച്ചർ കോയിൽ കാണുന്നുണ്ട് അല്ലേ. ഇനി നിങ്ങൾ when the coil rotates about an axis in the clockwise direction. ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഈ ആർമേച്ചർ ഒന്ന് തിരിഞ്ഞു. ഓക്കെ, ഈ ആർമേച്ചർ ഒന്ന് തിരിഞ്ഞു. പക്ഷേ ഈ AB മുകളിലും CD അടിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക കേട്ടോ. AB മുകളിലും CD അടി. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പ്ലേറ്റ് പോലെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ നേരെയായി. ഓക്കെ, നേരെയായി കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നേരെയായിട്ട് മാറി. ഓക്കെ, 90 ഡിഗ്രിയിൽ മാറി. അപ്പം എന്ത് സംഭവിക്കുന്നു? എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ AB മുകളിലും വരും, CD അടിയിലും വരും. ഓക്കെ, വരച്ച് കാണിക്കാൻ എനിക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ ഈ AB എന്ന് പറയുന്ന മുകളിലും CD എന്ന് പറയുന്ന അടിയിലും കരുതി വരും. ഓക്കെ, അങ്ങനെ രീതിയിലായിരിക്കും നമ്മുടെ ആർമേച്ചർ കോയിൽ വരാം. അപ്പം ഇതിങ്ങനെ പരന്നല്ലേ ഇരിക്കണേ, ഇതിങ്ങനെ നേരെ പൊക്കി നിങ്ങളൊരു ഇങ്ങനെ കറങ്ങുന്ന ഒരു ഫാൻ പോലെ റൊട്ടേറ്റ്, ഫാൻ്റെ ലീഫ് പോലെ കാണാം. അപ്പം എന്ത് സംഭവിക്കുക? ഫാൻ്റെ ലീഫ് പോലെ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാൻ കാണിക്കാൻ പറ്റിയ സാധനം കണ്ടു. പെയിന്റിംഗ് ബ്രഷ്. ഓക്കെ, ഇപ്പം നിങ്ങളിത് ആർമേച്ചർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെയും ഒരു സംഭവം ഉണ്ട്, അപ്പം അങ്ങനെ അസ്യൂം ചെയ്യാം കേട്ടോ. ഇവിടെയും ഒരു ഇതേപോലെ ഒരു കോല് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഇതാണ് നമ്മുടെ ആർമേച്ചർ. ഓക്കെ, ഇപ്പം ആർമേച്ചർ എങ്ങനെ ഇരിക്കുന്നത്? ഇപ്പം ആർമേച്ചർ ഞാൻ വെച്ചാൽ ഇങ്ങനെ കിടക്കുകയാണ് വെച്ചത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് പൊക്കത്തിരിക്കാനാണ് പറഞ്ഞത്. ഇപ്പം ആർമേച്ചർ ഇങ്ങനെ നോക്കി. ഇപ്പം ആർമേച്ചർ ഈ ഫീൽഡ് ലൈനിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇവിടെ ഇതേപോലെ തന്നെ ഉണ്ട്, ഈ ഒരു സൈഡ് ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ. ആർമേച്ചർ ഇങ്ങനെ ഇരിക്കാനാണ്. ഈ ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയിൽ നമ്മുടെ ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ക്ലോക്ക് ചലിക്കുന്ന രീതിയിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താണ് പൊക്കാനാണ് പറയുന്നത്. അപ്പോൾ ABCD ഇത് ഇവിടെ വന്ന ലൈൻ AB, ഈ ലൈൻ CD ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈൻ നമുക്കിപ്പോൾ കാണിക്കണമെങ്കിൽ എന്താ ഇപ്പോൾ കാണിക്കുക? ചേട്ടാ ഇങ്ങനെയാണ് ഇപ്പൊ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അറിയില്ല, ഇങ്ങനെയാണ്. അപ്പൊ എന്താണ് AB എന്ന് പറയുന്നത്? ഇതാണ് AB. ഓക്കെ, ഈ വശം CD. ഇത് തന്നെ ആർമേച്ചർ ഇങ്ങനെ നോക്കട്ടെ. ഇവിടെ നമ്മൾ സ്ലിപ്പിങ്സ് അറേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെയാണ് വെച്ചേണ്ടത്. ഓക്കെ, AB എന്ന് പറഞ്ഞ വര ഇതും, CD എന്ന് പറയുന്ന വര ഇതും. ഓക്കെ, ഈ രണ്ട് വരകൾ നോക്കുക. നമ്മളെന്താ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നേരെ ഇരുന്ന സാധനം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ വന്നു. അപ്പം എന്ത് വന്നു? കണ്ടേ, ഈ സ്റ്റീലിൻ്റെ വശം AB ആണെന്ന് പറഞ്ഞു, അത് മുകളിൽ വന്നു, CD അടിയിൽ വന്നു. ഇങ്ങനെ ഇരുന്ന വശത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, ഇതാണ് CD, ഇത് C,
ഇത് ഡി. ഓക്കെ, ഇതെന്താണ്? ഇത് എ, ഇത് ബി. ഈ വശം എ ബി, ഈ വശം സി ഡി. അപ്പം ഓക്കെ, എ ബി സി ഡി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ എന്ത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ എ ബി മുകളിൽ വന്നു, സി ഡി അടിയിൽ വന്നു. അപ്പോൾ അതാണ് പറയുന്നത്, ഈ എ ബി മുകളിലും സി ഡി അടിയിലും വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഓക്കെ, according to the Fleming's right hand rule, what is the direction of the induced current in the portion AB? AB എന്ന പോർഷനിൽ ഫോം ചെയ്ത ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ പടം നോക്കി തന്നെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ പടം നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ് എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ജസ്റ്റ് 90 ഡിഗ്രി വയ്ക്കുമ്പോൾ എ ബി മുകളിലും സി ഡി അടിയിലും വരും. ഈ ഫിഗർ ഒന്നും അങ്ങനെ ശരിക്കും ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് എ ബി എന്ന പോർഷനിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ്? ജസ്റ്റ് തിരിയുമ്പോൾ എന്താണ്? എ ബി പോകുന്ന പോർഷനിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ്? എ ടു ബി ആണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ മുകളിലായാലും എങ്ങനെ തന്നെയായിരിക്കും? എ ടു ബി തന്നെയായിരിക്കും കറണ്ട് ഫോം ചെയ്യുക. ഇനി സി ഡി എന്ന പോർഷനിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ പോയി ഇങ്ങനെ സി ടു ഡി ആയിരിക്കും അവിടുത്തെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എ ബി എന്ന പോർഷനിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എ ടു ബി ആണ്. സി ഡി എന്ന പോർഷനിൽ കറണ്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് കേട്ടോ. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണല്ലോ നമ്മൾ ഗാൽവനോമീറ്ററിൽ കാണുന്നത്. അതിൻ്റെ ഡയറക്ഷനാണ് കൊടുത്തത്. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ സി ഡി എന്ന പോർഷനിൽ സി ടു ഡി ആയിരിക്കും. എന്താണ്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ കോയിൽ എ ബി സി ഡി? ഇപ്പോൾ എ ബി സി ഡി എന്ന കോയിൽ ഇൻഡ്യൂസ്ഡിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? എ ബി സി ഡി. എ ബി സി ഡിയുടെ ഡയറക്ഷൻ എന്താണ്? എ ടു ബി, ബി ടു സി, സി ടു ഡി. ഇപ്പോൾ എ ബി സി ഡി എന്ന ഇത് തന്നെയായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. നോക്കിയാൽ മതി, എന്ന് ബിയിലേക്ക് എത്തി, ബിന്ന് സിയിലേക്ക് എത്തി, സിന്ന് ഡിയിലേക്ക് എത്തി. അപ്പോൾ എ ബി സി ഡി ഫോമിൽ തന്നെയാണ് എ ബി സി ഡി എന്ന ആർമേച്ചറിലുള്ള കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? എക്സ്റ്റേണൽ സർക്യൂട്ടിൽ പോകുന്നത് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കറണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ? കറണ്ട് കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഏത് വഴിയാണ് നമ്മൾ കറണ്ട് കൊടുക്കുക? ബ്രഷ് വഴിയാണ് കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, ബ്രഷിൻ്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചത്. എന്തായിരിക്കും ബ്രഷിൻ്റെ ഡയറക്ഷൻ? കറണ്ടിൻ്റെ ഡയറക്ഷൻ ബി ടു ടു ബി വൺ അല്ലേ? അതെ, ബി ടു ടു ബി വൺ ആയിരിക്കും ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ? ബി ടു തുടങ്ങി ബി വണ്ണിലേക്ക് പോകും. ആ കറണ്ടിൻ്റെ നിങ്ങൾ പുറത്തേക്ക് കൊടുക്കണേ, എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കണ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബി ടു ടു ബി വൺ ആണ്. ഓക്കെ, ആ ഫിഗർ നോക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കിയേ, ഇതിനെ കാണാൻ പറ്റും. കറക്റ്റായിട്ട് ഫിഗർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിക്കുക. ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിലുണ്ട്. താങ്ക് യു.